ഇപ്പോൾ പ്രേക്ഷകരെ നമ്മൾ മറ്റൊരിടത്തേക്ക് വളരെ വേഗം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിലവിൽ കടുവാപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു. കടുവാപ്പള്ളിയിലും ഒരു വലിയ ആൾക്കൂട്ടത്തെ പ്രേക്ഷകർക്ക് കാണാം. അവിടെ നിൽക്കുന്ന ജനാവലി, സ്ത്രീകളും പുരുഷന്മാരുമടക്കം ഒരു വലിയ ജനാവലി ഈ പ്രിയപ്പെട്ട VS അന്ത്യയാത്രയ്ക്ക് വേണ്ടി ഉച്ചത്തിൽ ഇടനെഞ്ച് കലങ്ങുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുവാപ്പള്ളിയിൽ നിൽക്കുന്ന മനുഷ്യർ ഇടനെഞ്ച് കലങ്ങുമാറുച്ചത്തിൽ ഉച്ചത്തിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് അത്യപൂർവമായ കാഴ്ചയാണ്. ഓരോ പോയിന്റും പിന്നിടാൻ 10-15 മിനിറ്റ് വീതം എടുത്താണ് VS കടന്നു വരുന്നത്. കടുവാപ്പള്ളിയിലേക്കാണ് VS എത്തുന്നത്. അവിടെയുള്ള പ്രവർത്തകരും സഖാക്കളും അടക്കം എല്ലാവരും VSന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS അങ്ങനെ സാവധാനം ജനഹൃദയങ്ങളിലൂടെ ഒഴുകി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അർജുൻ മട്ടന്നൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഓരോ പോയിന്റിലും നിർത്തിയാണ് നമ്മൾ കടന്നു വരുന്നത്. ഇപ്പോൾ കടുവാപ്പള്ളി പിന്നിട്ടു. ഈ പോക്ക് പോയാൽ ഈ അർദ്ധരാത്രി കഴിയുമ്പോഴേക്ക് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കും. തിരുവനന്തപുരം ജില്ല VSന് ഒരു അന്ത്യയാത്രാമൊഴി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ പോയിന്റിൽ വെച്ചൊരു വലിയ ജനസാഗരം ഇനിയും ആർത്തലിച്ചെത്തുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ രാത്രിയെ വെളുപ്പിക്കുന്ന വിപ്ലവ സൂര്യനായി മാറുകയാണോ VS? അടരാടുവാൻ പടയാളിയായി ചങ്ങാതിയായി ജനമനസ്സിലമരനിവനാ കല്ലമ്പലത്തിനടുത്തുള്ള കടുവാപ്പള്ളിയാണ് ഈ കാണുന്നത്. കടുവാപ്പള്ളിയിൽ നിരവധി ആളുകൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോഴും വിലാപയാത്ര ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മണിക്കൂറുകൾക്ക് മുൻപ് കല്ലമ്പലത്തേക്ക് എത്തേണ്ടതായിരുന്നു വിലാപയാത്ര. ഇപ്പോഴും എത്തിയിട്ടില്ല. സ്ത്രീകളും ചെറിയ കൈക്കുഞ്ഞുങ്ങളും അടക്കം നിരവധി പേരാണ് റോഡിൻ്റെ ഇരുവശവും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. ചേട്ടാ, കുറേ നേരമായി കാത്തിരിക്കുന്നത്? 5 മണിക്കൂറായി. എന്തായാലും കണ്ടിട്ടേ പോവും. മഴയായാലും വെയിലായാലും എന്തായാലും കണ്ടിട്ടേ പോവും. അറിയാം. ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസും വാർത്തകളും എല്ലാത്തിനും നിറഞ്ഞിരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. അപ്പം കണ്ടിട്ടേ പോവും. ഇത്തരത്തിൽ എല്ലാവരും കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളായി. ഇനിയും തിരുവനന്തപുരം ജില്ല പിന്നിട്ടിട്ടില്ല. ഇനിയും ഏതാണ്ട് 1 മണിക്കൂറിലേറെ പോകണം തിരുവനന്തപുരം ജില്ല അതിർത്തി പിന്നിടാൻ. ഏതാണ്ട് രാത്രി 12 മണിക്ക് മുൻപ് തന്നെ ആലപ്പുഴ എത്തും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ വഴിനീളെ പ്രവർത്തകരും സാധാരണ ജനങ്ങളും VSനെ കേട്ടറിഞ്ഞ ആളുകളുമൊക്കെ തന്നെ ഓടിക്കൂടുകയാണ്. അവരെല്ലാം തന്നെ VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും നിരവധി ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇവിടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഇത്തരത്തിൽ നിരവധി ആളുകൾ കാത്തു നിൽക്കും. മോനെ, എത്ര നേരമായി കാത്തു നിൽക്കുന്നത്? നമ്മൾ ഏകദേശം നമ്മൾ രാവിലെ ഈ ഒരു സ്ഥലമൊക്കെ അടിച്ചിട്ടതാണ്. നമ്മൾ ഏകദേശം 2 മണിയോട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാണ്. അദ്ദേഹത്തെ കണ്ടിട്ടേ പോകുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ്
നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് എന്തുകൊണ്ടാണ് വി എസിന് ഇത്ര ഇഷ്ടപ്പെടുന്നത്? വി എസിന് ഇത്ര ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാര്യം അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. 1976 അദ്ദേഹം ഒരുപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കർഷകർക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ്. തൊഴിലാളി വർഗത്തിന്റെ മാതൃകയാണ് അദ്ദേഹം നമുക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും ഒരുപാട് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ പൊന്നു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷത്തെക്കാൾ ഏറെ ദുഃഖമാണ്. കാരണം മരണപ്പെട്ടതിനെ നമ്മൾ കാണുന്നത് വിപ്ലവ സൂര്യൻ തന്നെയാണ് അദ്ദേഹം, വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം. അത് തന്നെയാണ് പുതിയ തലമുറയടക്കം പറയുന്നത്. പ്രിയപ്പെട്ട നേതാവാണ്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു, വിപ്ലവ സൂര്യനാണ് എന്നിങ്ങനെ എത്രയോ തലമുറകൾ വി എസിനെ ഓർക്കുന്നു, വി എസിനെ ഇഷ്ടപ്പെടുന്നു. നിരവധി ആളുകൾ ഇത്തരത്തിൽ കാത്തു നിൽക്കുന്നു. മണിക്കൂറുകളായി വി എസിനെ കാത്ത് ഈ വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുകയാണ്. ഇപ്പോഴും കല്ലമ്പലത്തേക്ക് ഇപ്പോഴും വിലാപയാത്ര എത്തിയിട്ടില്ല. ഇപ്പോഴും ഈ ദേശീയപാതയിൽ വലിയ തിരക്കാണ് വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. ഒരു ഘട്ടത്തിൽ വി എസ് ഇതുവഴിയൊക്കെ തന്നെ ഇത്തരത്തിൽ